വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്ത് ഒരു പുതിയ രാജ്യം, ആ രാജ്യം രണ്ടായി പിളർന്ന ഒരു പുതിയ രാജ്യം വരാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വേറൊരു രാജ്യമല്ല, അത് മ്യാൻമറാണ്. മ്യാൻമർ രണ്ടായി പിളർന്ന് ഒരു പുതിയ രാജ്യം, അരക്കൻ ആർമി അവിടെ ഒരു പുതിയൊരു രാജ്യം തന്നെ സ്ഥാപിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. യുണൈറ്റഡ് ലീഗ് ഓഫ് അരക്കൻ എന്ന് പറയുന്ന അവിടെ ഉള്ള ഒരു പാർട്ടി, ആ പാർട്ടിയുടെ സൈനിക വിഭാഗമാണ് അരക്കൻ ആർമി. അരക്കൻ ആർമി ഇപ്പോൾ സ്വതന്ത്ര രാജ്യത്തിനായിട്ടുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. യൂണിയൻ സംസ്ഥാനമായിട്ടുള്ള റഖൈനിലെ 18 നഗരങ്ങൾ അവർ പിടിച്ചെടുത്തു കഴിഞ്ഞു. 18 നഗരങ്ങളല്ല, 18 നഗരങ്ങളിൽ 15 അവർ പിടിച്ചെടുത്തു. ഇനി 3 നഗരങ്ങൾ കൂടെയാണ് അവർക്ക് പിടിച്ചെടുക്കാനുള്ളത്. ആ 3 നഗരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 3 നഗരങ്ങളിലും വലിയ വലിയ തുറമുഖങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഏറ്റവും വലിയ തുറമുഖം ഇന്ത്യയാണ് പാട്ടക്കരാറിൽ എടുത്തിരിക്കുന്നത്. സിറ്റ്വേ തുറമുഖം എന്നാണ് ആ തുറമുഖത്തിന്റെ പേര്. രണ്ടാമത്തെ തുറമുഖം ചൈനയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ അരക്കൻ ആർമിയുടെ പ്രധാനപ്പെട്ട ആവശ്യം, ഇന്ത്യയോട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ ഞങ്ങളെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി അംഗീകരിക്കണം എന്നുള്ളതാണ് അരക്കൻ ആർമിയുടെ നിലവിലത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യുപകാരമായി അവർ പറയുന്നത് സെയിന്റ് മാർട്ടിൻ ദ്വീപ് നിങ്ങൾക്ക് ഞങ്ങൾ ലീസിന് തരാം എന്നാണ് പറയുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ ഷെയ്ഖ് ഹസീന പറഞ്ഞതാണ് അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യൻ രാജ്യം, മ്യാൻമറിന്റെ ഒരു ഭാഗം, ബംഗ്ലാദേശിന്റെ ഒരു ഭാഗം, നമ്മുടെ നോർത്ത് ഈസ്റ്റ് സിലിഗുറി കോറിഡോർ കട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയെ വിഭജിച്ച് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പദ്ധതിയുണ്ട്. കാരണം ഇന്ത്യയെ തകർക്കണം, അപ്പുറത്ത് ചൈന കിടപ്പുണ്ട്, ചൈനയെ തകർക്കണം, മുകളിൽ റഷ്യ കിടപ്പുണ്ട്. ഈ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെല്ലാം തകർത്ത് ഒരു ഒരു എന്താ പറയുക, ഒരു പലസ്തീൻ പോലുള്ള ഒരു രാജ്യമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു അമേരിക്കയുടേത്. അമേരിക്കയാണ് എപ്പോഴും ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളൊക്കെ നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒസാമ ബിൻ ലാദനെ ഉണ്ടാക്കിയതവരാണ്, ഐസിനെ ഉണ്ടാക്കിയതവരാണ്. ഇത് റഷ്യക്കെതിരെയും മറ്റ് രാജ്യങ്ങൾക്കെതിരെയും ഒക്കെയാണ് ഉണ്ടാക്കി വിട്ടത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോ ഈ അരക്കൻ ആർമി ഈ പുതിയ രാജ്യം രൂപീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് തോന്നുന്നത്? ഇത് നടക്കുന്ന കേസാണ്. ഇത് മ്യാൻമർ അവരുടെ ഒരു രാജ്യത്ത് അവർക്കൊരു സൈന്യമുണ്ട്, അവർക്കൊരു ഭരണകൂടമുണ്ട്. അതിന്റെ ഇടയിലാണ് അരക്കൻ ആർമി ഇങ്ങനത്തെ പരിപാടിയൊക്കെ അവിടെ കാണിക്കുന്നത്. നടക്കും? അല്ല, ഇങ്ങനത്തെ കുറെ രാജ്യങ്ങൾ ലോകത്തെമ്പാടുമുണ്ട്. അതായത് അവരെ ഇതുവരെ അംഗീകരിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നത്, ഇസ്രായേലിനെ ഇന്ന് വരെ അംഗീകരിക്കാത്ത ലോക രാജ്യങ്ങളുണ്ട്, പാലസ്തീൻ അംഗീകരിക്കാത്ത ലോക രാജ്യങ്ങളുണ്ട്. അങ്ങനെ രാജ്യങ്ങളായിട്ട് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ സിറിയയൊക്കെ ഒരു 3 രാജ്യമായിട്ട് അംഗീകരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴെല്ലാം. നേരത്തെ മുതൽ തന്നെ കുർദിഷുകളുടെ ഒരു വിഭാഗമുണ്ട് സിറിയയിലുള്ള. ഇപ്പൊ HTS പിടിച്ചിട്ടുണ്ട്, അവന്മാര് സുന്നികളുടെ ഒരു വിഭാഗമുണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് 3 എടുക്കും. ലബനൻ 2ആയിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ ഇതിനകത്തൊക്കെ അവരൊരു കൊച്ചു രാജ്യമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഈ ഹിസ്ബുള്ളയുടെ കയ്യിരിക്കുന്ന പ്രദേശമായാലും ഹൂത്തികളുടെ കയ്യിരിക്കുന്ന പ്രദേശമായാലൊക്കെ അവരൊരു കൊച്ചു രാജ്യമായിട്ടാണ്. ഇതിന്റെ ഒരു രൂക്ഷമായ ഒരു റിസൾട്ട് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലോട്ട് പോകണം. അവിടെ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ രാജ്യമാണ്, സ്വന്തമായ നികുതികൾ, സ്വന്തമായിട്ടുള്ള ഭരണം, ഇതെല്ലാം ഉള്ള ഒരു സ്ഥലങ്ങളാണ്. പക്ഷെ ഇതിനൊക്കെ ലോകത്തിന് അംഗീകരിക്കുക പ്രയാസകരമാണ്. എന്തിനേറെ പറയുന്നു, നമുക്കും ഉണ്ട് ഇത് കണക്കുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ. അതായത് ഇപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ അഫ്ഗാനിസ്ഥാനെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. പക്ഷെ നമ്മൾ അവിടുത്തെ ഭരണകൂടത്തെ അംഗീകരിക്കുന്നില്ല. താലിബാനെ നമ്മൾ ഭീകരന്മാരെന്ന് വിളിക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യുമെങ്കിൽ പോലും നമ്മൾ അവരുമായിട്ട് ബാക്ക്ഡോർ സംഭാഷണം നടത്തുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ അവിടെ കാബൂളിൽ നമ്മൾ വീണ്ടും നമ്മുടെ ഇത് തുറക്കാൻ പോകുന്നു എന്നുള്ളതല്ല അതിന്റെ കൗതുകം. ഓൾറെഡി നമുക്ക് അവിടെ ഓഫീസുണ്ട്. ഈ അഫ്ഗാനിസ്ഥാനിൽ കാബൂളിൽ നമുക്ക് ഓഫീസുണ്ട്. പക്ഷെ ആ ഓഫീസ് നാമമാത്രമായ രീതിയിൽ. ഇപ്പൊ യമനിൽ നമുക്ക് ഓഫീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യമനിൽ നമുക്ക് ഓഫീസുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നത് യമനിലല്ല, യമനിന് പുറത്തും മറ്റൊരു രാജ്യത്തിരുന്നിട്ടാണ് നമ്മൾ യമനിൽ കാര്യങ്ങൾ നോക്കുന്നത്. ആളുണ്ടോ എന്ന് ചോദിച്ചാൽ ആളുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ യമനിന്റെ അവസ്ഥയും സിറിയയുടെ അവസ്ഥയും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഇതിന്റെ ഒരു ഭാഗം പിടിച്ചു വെച്ചിട്ടാണ് ഒരു കൂട്ടർ ഭരണം നടത്തുന്നത്, മറ്റൊരു കൂട്ടർ. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പൊ ഇവിടെ ഒരു യുവതി നിമിഷപ്രിയ മോചനം സാധ്യമാകാത്തതിന് കാരണം എന്താണ്? അവിടെ നമുക്കൊരു രാജ്യത്തിനോട് സംസാരിക്കാനുള്ള വഴികളില്ല. പകരം നമ്മൾ ചെയ്യുന്നത്, ഈ നിമിഷപ്രിയ ഉള്ളത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഹൂത്തികൾക്ക് വളരെ ശക്തമായ ഉള്ള ഒരു പ്രദേശത്താണ് ഈ നിമിഷപ്രിയ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് സംസാരിക്കണം. നമുക്ക് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഹെൽപ്പ് വേണം. അതാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഇടപെടും എന്ന് പറയുന്നതിന്റെ ഒരു കാരണം അതാണ്. അപ്പോ അങ്ങനെയുള്ള അനവധി രാജ്യങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇപ്പോൾ അരക്കൻ ആർമി, ഇപ്പൊ ധനുഷ് പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവരുടെ കയ്യിൽ 15 ജില്ലകൾ, 15 നഗരങ്ങൾ ഇരിക്കുകയാണ് ഈ പറയുന്ന റഖൈനി മേഖലയിലാണ്. അപ്പൊ അതിനിപ്പോ അവർക്ക് 2-3 കൂടെ പിടിച്ചിറക്കി കഴിഞ്ഞാൽ അവരുടെ തന്നെ രാജ്യമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുക. അതിനകത്ത് ഇതൊന്നുമില്ല. പക്ഷെ ഈ ഒരു രാജ്യത്തെ ലോക രാജ്യങ്ങൾ അംഗീകരിക്കണമെങ്കിൽ അതിന് കുറെ ടൈം എടുക്കും. അതിന് കുറെ ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയ എല്ലാം കൂടെ പാലിച്ചുകൊണ്ടും അവിടുത്തെ ആ ഒരു ഭരണഘടന, ഇല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റം, ഇന്നെല്ലാം. കാരണം ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ
ഈ ഏകാധിപത്യ രാജ്യങ്ങളെ അംഗീകരിക്കാറില്ല. ജനാധിപത്യ രാജ്യങ്ങളെ തന്നെയാണ് അംഗീകരിക്കുന്നത്. ആ ജനാധിപത്യ രാജ്യങ്ങൾ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ജനാധിപത്യം എന്ന് പറയാം. ചിലപ്പോൾ ഗോത്രവർഗ്ഗങ്ങൾ മാത്രം വിചാരിച്ച് തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണസമിതി ആയിരിക്കാം, ഇല്ലെങ്കിൽ മതപരമായി തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണസമിതി ആയിരിക്കാം. അങ്ങനെ വരുമ്പോഴത്തേനുമാണ് നമ്മൾ ആ ഒരു രാജ്യത്തെ അംഗീകരിക്കുന്നത്. വത്തിക്കാൻ ഒരു രാജ്യമാണെന്ന് അറിയാമല്ലോ, അവിടുത്തെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്നും അറിയാം. അപ്പൊ അതേപോലെ ഒരു രാജ്യം, അതൊക്കെ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു ഒരു പ്രക്രിയയാണ്. ഇവിടെ ഇപ്പോൾ ധനുഷ് പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ ഇന്ത്യക്ക് ഈ അരക്കൻ ആർമിയായിട്ട് നല്ല ബന്ധമാണുള്ളത്. കാരണം അവര് ഡൽഹി വന്ന് നമ്മുടെ ഒഫീഷ്യൽസ് ആയിട്ടും നമ്മുടെ കേന്ദ്രവുമായി നേരിട്ട് ചർച്ച നടത്തിയിട്ടുള്ള ഒരു വിഭാഗമാണ്. ഇപ്പോൾ ഒരു രാജ്യമായിട്ട് അവർ മാറുമ്പോൾ അവർ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണവും മരുന്നും തന്നെയാണ്. മറ്റൊന്ന് അവരുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ്. ഈ ദയരേ ബുദ്ധിസ്റ്റുകളാണ് ഈ അരക്കൻ ആർമി എന്ന് പറയുന്നത്. ഇവരുടെ നില വളരെ പരിതാപകരമായിരുന്നു. അവർ പട്ടിണിയും പരിവട്ടവും വന്നതിന് ശേഷമാണ് അവർ ആയുധം എടുക്കേണ്ടി വന്നത്, പോരാടേണ്ടി വന്നത്. അപ്പൊ അവരുടെ പട്ടിണി മാറ്റാൻ അടിയന്തരമായി ചെയ്യണം. ഇവരുടെ കയ്യിൽ ആകെയുള്ളത് ആയുധങ്ങളാണ്. അതിനപ്പുറത്തേക്ക് രാജ്യം മുമ്പോട്ട് പോകണം. ഒരുപക്ഷെ ഇന്ത്യ അങ്ങനെ ഒരു ഓഫർ കൊടുത്തത്, കാരണം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടമുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്തുകൊണ്ട്. ഒന്ന്, ഒരു പരിധി വരെ നമ്മുടെ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലെ നുഴഞ്ഞുകയറ്റക്കാരുടെ ആ ഒരു പ്രശ്നം തീർക്കാനായിട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റിന് കഴിയും. കാരണം മണിപ്പൂരിലടക്കം, മിസോറാമിലടക്കം ഈ മ്യാൻമാറിൽ നിന്ന് കടന്നു വരുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അതിനെ ഒരു പരിധി വരെ ഒതുക്കി നിർത്താനായിട്ട് ഈ ഒരു അരക്കൻ ആർമിക്ക് ഇത്ര ഒരു പ്രദേശം പോകുന്നതോട് കഴിയും. രണ്ടാമത്തെ കാര്യം, നമുക്ക് പ്രധാനപ്പെട്ട 3 തുറമുഖങ്ങൾ നമുക്ക് അവിടെ കിട്ടും. നേരത്തെ പറഞ്ഞ സിറ്റ തുറമുഖത്തിന്റെ പണികൾ നമ്മളാണ് ഇവിടെ ചെയ്യുന്നത്. ഈ സെന്റ് മാർട്ടിൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വഴി അവിടെ തുറന്നു കിട്ടും. ഇത് നമ്മളെ സംബന്ധിച്ച് വലിയ ഗുണകരമായ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നിലവിൽ അവർക്ക് ഭക്ഷണവും മരുന്നും നൽകുന്നുണ്ട്. അതിന്റെ അളവ് കൂട്ടുകയും ഒപ്പം അവിടെ ഈ സ്കൂളുകളും ആശുപത്രികളും മറ്റുമൊക്കെ നിർമ്മിക്കാനായി ഇന്ത്യ സഹായിക്കുന്നതായിരിക്കും. അതാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻകാർ പറയുന്നത്, നിങ്ങൾ വീണ്ടും വന്ന് ഞങ്ങൾക്ക് അത് ചെയ്യണം, ബാക്കി ഉള്ള പണികൾ കൂടി പൂർത്തിയാക്കി തരണമെന്ന് അഫ്ഗാൻ ഭരണകൂടം പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയും അത് തന്നെ ഇന്ത്യക്ക് ചെയ്ത് കൊടുക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ ഇവിടെ മറ്റൊരു കൗതുകകരമായ കാര്യം, ഇതിന്റെ അപ്പുറത്ത് ചൈന നിൽപ്പുണ്ട് എന്നുള്ളതാണ്. ചൈന നിലവിൽ അവിടുത്തെ ഈ ജുണ്ട സർക്കാരുമായിട്ട് അത്ര സുഖകരമായ ബന്ധത്തിലല്ല. ചൈനയ്ക്ക് ഈ അരക്കൻ ആർമിയെയും ചൈന സഹായിക്കുന്നുണ്ട്. അരക്കൻ ആർമിയെ പോലെ 2-3 ഗ്രൂപ്പുകൾ വേറെയും ഉണ്ട് മ്യാൻമാർ, അവരെയും സഹായിക്കുന്നുണ്ട്. ചൈന ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ചൈനീസ് അതിർത്തിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രശ്ന മേഖലകളിലുള്ളവരെയാണ് ചൈന സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ അരക്കൻ ആർമി ഇത്തരത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ചൈന ആ ഒരു പ്രദേശം ചൈന കൈവശപ്പെടുത്തുകയും ചൈനയുടെ എക്കാലത്തും വലിയ മോഹമായ ചൈനയുടെ ഒരു റൂട്ട് അതുവഴി കടന്നു പോകുന്നുണ്ട്. ആ റൂട്ട് പോകുന്നത് ചൈനയിൽ നിന്ന് ഈ മ്യാൻമാർ വഴി കടന്നുപോയി ബംഗാൾ ഉൾക്കടൽ വഴി പോകേണ്ട ഒരു വളരെ എളുപ്പകരമായ റൂട്ടാണ്. ഇവന്മാരുടെ ഈ ശല്യം കൊണ്ടാണ്, ഇവന്മാരുടെ കരാറൊക്കെ ഒപ്പിട്ടതാ ചൈന. ഇവരുടെ ഈ ശല്യം കൊണ്ട് പണി നിർത്തി വെച്ചിരിക്കുന്നതാണ്. ഇല്ലെ ആ റൂട്ട് പൂർത്തീകരിക്കുക എന്ന് മാത്രമാണ് ചൈനയുടെ ഏറ്റവും വലിയ താല്പര്യം. ഇന്ത്യയുടെ താല്പര്യം ഇതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് 3ആയിട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഈ പറഞ്ഞതുപോലെ അരക്കൻ ആർമി ഒരു പ്രദേശം പടഞ്ഞെടുത്തുകൊണ്ട് അവരുടെ സ്വന്തം രാജ്യം, മറ്റൊന്ന് ഇപ്പോൾ നിലവിലുള്ള ഭരണകൂടം കൈവശം വെച്ചിരിക്കുന്ന പ്രദേശം, മറ്റൊന്ന് ചൈനയുടേതായ ഒരു പ്രദേശം. അവിടെ ആര് വരും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ 3 വിഭാഗമായി പോവുകയും അവിടെ വലിയ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോവുകയും ചെയ്യും. കാരണം ഈ വടക്കിഴക്കൻ മേഖലയാണ് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള പ്രശ്നത്തിന് കാരണം. അങ്ങനെ പലരും ആയിട്ടുള്ള പ്രശ്നത്തിന് കാരണം ഈ വടക്കിഴക്കൻ മേഖലയാണ്. ഈ വടക്കിഴക്കൻ മേഖലയാണ് യൂറോപ്യൻസും നോട്ടമിടുന്നത്, പ്രത്യേകിച്ച് അമേരിക്കയെ പോലുള്ളവർ നോട്ടമിടുന്നതും ഈ പറയുന്ന ഈ പ്രദേശങ്ങളാണ്, ഈ വടക്കിഴക്കൻ സ്റ്റേറ്റുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ്. അപ്പൊ ഏതാണ്ട് അതേ രീതിയിലേക്ക് പോകും. നമ്മൾ ഒഫീഷ്യലായിട്ട് ഇവരെ അംഗീകരിക്കില്ല, പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ അഫ്ഗാനിസ്ഥാനെയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇവർക്ക് വേണ്ട സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുകയും ഭാവിയിൽ ഇവരെ അംഗീകരിക്കും. ഇപ്പൊ തന്നെ നമ്മൾ താലിബാനെ അംഗീകരിച്ചിട്ടില്ല, പക്ഷെ താലിബാന്റെ ഒരു പ്രതിനിധി നമ്മുടെ മുംബൈയില് അഫ്ഗാൻ കോൺസുലേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതൊക്കെ. അരക്കൻ ആർമിയെ നമ്മൾ അംഗീകരിക്കുന്നില്ല, പകരം നേരെ മറിച്ച് മ്യാൻമാറിന്റെ ഇതായിട്ട് അവരുടെ ഒരു കോൺസുലേറ്റ് തുറക്കുകയാണെങ്കിൽ അവിടെ ഈ അരക്കൻ ആർമിയുടെ ഒരു പ്രതിനിധിയെ നമ്മൾ പങ്കെടുപ്പിക്കും. പക്ഷെ നമ്മൾ പൊതുവെ പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ നയങ്ങൾ എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് രാജ്യം വരും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് രാജ്യമായി അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും കാലങ്ങളിൽ മാത്രമേ കാത്തിരുന്ന് കാണാൻ കഴിയുള്ളൂ. ഈ അരക്കൻ ആർമിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ എടുത്ത് പറയാതിരിക്കാൻ നിർത്തിയില്ല. അതായത് ഇവർ എപ്പോഴും ഇന്ത്യയുടെ സുഹൃത്തുക്കളായി ഇരിക്കും എന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇവർ ചൈനയുടെയും സുഹൃത്തുക്കളാണ്. ചൈന ഇവരുടെ മുകളിൽ ഒരു നോട്ടം ഇട്ടിട്ടുണ്ട്. അപ്പോ ഇവരുടെ ചെറിയ ചെറിയ ആക്രമണങ്ങൾ നമുക്കും നേരിടേണ്ടി വന്നിട്ടില്ലേ? നമ്മുടെ നോർത്ത് ഈസ്റ്റ് അതിർത്തിയിലൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവരുമായിട്ട്
ഈ ബംഗ്ലാദേശിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വലിയ സൗഹൃദത്തിലാണ്. അത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അപ്പൊ ഇങ്ങനെ അരക്കൻ ആർമിക്ക് ചുമതല കൊടുത്ത് അവർക്ക് ആയുധങ്ങളും കൊടുത്ത് മുന്നോട്ട് അവരെ കൊണ്ടുപോകുമ്പോൾ നാളെ ഒരു സമയത്ത് പാല് കൊടുത്ത കൈക്ക് തന്നെ അവര് കൊത്തില്ല എന്നാല് കണ്ടു. അതൊരു സാധ്യതയാണ്. നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ, ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തല്ല, രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ് ഈ അരക്കൻ ആർമിയായിട്ട് നമ്മൾ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നത്. അപ്പോഴും നമ്മൾ പറഞ്ഞു, ഇപ്പോഴും നിലവിലുള്ള ഭരണകൂടത്തെ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് തന്നെ പറയുകയാണ്. കാരണം നമുക്ക് ഇവരെ മാത്രം കൊണ്ടുവന്നാൽ പോരെ. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വാഹന വിപണി കിടക്കുന്ന ഒരു മേഖല മ്യാൻമാറാണ്. അപ്പോൾ നമ്മുടെ ഈ പിക്കപ്പ് വാനുകളും മറ്റുമുണ്ട്, ഈ 4 വീലിന്റെ വാൻ, ടാറ്റ ഏസ് പോലുള്ള വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടികൾ ഏറ്റവും കൂടുതൽ കയറ്റി അയക്കപ്പെടുന്ന മ്യാൻമാറിലാണ്. അതായത് മ്യാൻമാറിന്റെ വാഹന വ്യവസായ രംഗത്ത് ഇതുപോലുള്ള ഈ പിക്കപ്പ് ട്രക്കുകളടക്കം ഏറ്റവും കൂടുതൽ കയറ്റി വിടുന്ന ഒരു രാജ്യം ഇന്ത്യ, നമ്മുടെ ടാറ്റയുടെ വണ്ടികളും മറ്റും. അപ്പൊ നമുക്ക് ഇവര് ഒരു അതിർത്തിക്കാർ മാത്രമല്ല, നമുക്ക് കുറെ പൈസ തരുന്ന ടീമും കൂടെയാണ് ഇവര്. അതുകൊണ്ട് ഇവരെ കൂടുതൽ ചേർത്ത് നിർത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യം കൂടിയാണ്. ഇതിൽ ചൈനയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവര് ഈ പറയുന്ന അരക്കൻ ആർമിയെ മാത്രമല്ല അവർ ഹെൽപ്പ് ചെയ്തത്. അവരവിടുത്തെ ഈ ജുണ്ട ഒഴിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാ ഗ്രൂപ്പിനും അവർ മാറി മാറി സഹായിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യ അവർക്കൊരു വിശ്വസ്ത പങ്കാളിയാണ് എന്ന് അരക്കൻ ആർമിക്ക് തോന്നിയത് കൊണ്ടും അവർ പറഞ്ഞതുകൊണ്ടുമാണ്. ഇത് ധനുഷ് പറഞ്ഞതിനകത്തൊരു വലിയ പോയിന്റ് ഉണ്ട്. ഈ 2 രീതിയിൽ ഇവരെ ഗുണപ്പെടാം. ഒന്ന്, നമ്മുടെ അതിർത്തി കുറച്ചുകൂടെ സേഫ് ആയിരിക്കും ഇവർ വന്നാൽ. ഒരുപക്ഷെ ഇത് അതിർത്തി കടന്ന് ഇവർ വരാനുള്ള സാഹചര്യമുണ്ട്, മുമ്പ് വന്നിട്ടുള്ളവരാണ് ഇവര്. അതിനെല്ലാവരും പറയുന്നത്, അതുള്ളതാണോ സത്യമാണോ എന്നറിയില്ല, ഈ അമിത്ഷാ ഈ അരക്കൻ ആർമിയായിട്ട് ഭയങ്കര കണക്ഷൻ വെക്കുന്നത് ഒരു ദിവസം മണിപ്പൂർ കയറ്റി അടുപ്പിക്കാനാണെന്നാണ് പറയുന്നത്. കാരണം ഈ മ്യാൻമാറിൽ നിന്നുള്ള ഗോത്രങ്ങൾ തന്നെയാണ് ഈ പറയുന്ന മണിപ്പൂരുള്ളതും. ഇവരെല്ലാം സഹോദരങ്ങളാണ്, ബ്ലഡ് റിലേഷൻസ് ഉള്ളവർ തന്നെയാണ് ഈ കിടക്കുന്നവരൊക്കെ. അപ്പൊ അവരുടെ ഒരു പ്രഖ്യാപിത നയം, അരക്കൻ ആർമിയുടെ പ്രഖ്യാപന നയം തന്നെ ബുദ്ധന്മാരെയും ഹിന്ദുക്കളെ ആര് തൊട്ടാലും ഞങ്ങൾ തീർക്കുമെന്നുള്ളതാണ്. ഈ കുക്കി ഭീകരർ വരുന്ന മുഴുവൻ മ്യാൻമാറിൽ നിന്നാണ് എന്നൊരു ടോക്ക് ഉണ്ട്. അപ്പം ഇതിനു വേണ്ടി ഇവരെ വെച്ചോണ്ടിരിക്കുന്നതാണ്. നാളെ ഒരു കാലത്ത് ഇമാര് കയറി ഇവിടെ ഒന്ന് നിരപ്പാക്കിയിട്ട് ചിലപ്പോൾ പൊയ്ക്കളയും, ഗോത്രവർഗ കലാപമായിട്ട് അത് വലിയ രീതിയിൽ മാറും എന്ന് പറയുന്നതുകൊണ്ട് അത് ഇങ്ങനെ പറച്ചിൽ മാത്രമാണ്. എത്രത്തോളം അതിൽ കാര്യമുണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു കാര്യത്തിന് ഇന്ത്യ മുതിരുമോ എന്ന് അറിയത്തില്ല. വേറെ ഒരു അരക്കൻ ആർമി കയറ്റിയിട്ട് ഇവിടെ വെച്ചിട്ട് ഈ മണിപ്പൂരിലെ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന് എന്തെങ്കിലും ചെയ്യാനൊക്കെ അല്ല, അതൊരു കോൺസ്പിറസി ആയിട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. കാരണം അരക്കൻ ആർമി ഇന്ത്യക്കകത്ത് മണിപ്പൂരിൽ കയറി അത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാൽ അതിന്റെ മുഴുവൻ നാണക്കേട് നമ്മുടെ രാജ്യത്തിനാണ്. അല്ല, അത് അങ്ങനെ വെച്ചാൽ അവരൊരു ആർമിയായിട്ട് കയറുകയല്ല ചെയ്യുന്നത്. അവര് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട്, ഇപ്പം ഈ കുക്കികളുടെ ഭീകര സംഘടന മ്യാൻമാറിൽ നിന്ന് കയറി ചെയ്യുന്നത് പോലെ ഇവന്മാർ അങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അല്ല, ഇത് അന്തർദേശീയ മാധ്യമങ്ങളുടെ വലിയ തലക്കെട്ട് തന്നെയാണ് ഈ വാർത്ത. അവര് പറയുന്നത് ഈ അരക്കൻ ആർമിയെ ഉപയോഗിച്ചുകൊണ്ട് മണിപ്പൂരിന്റെ ഒരു ശാന്തത കൈവരുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതായത് കുക്കികളുടെ ചെറിയ ഗ്രൂപ്പുകൾ ഇപ്പൊ അവിടെ ഇറങ്ങുന്നുണ്ടല്ലോ, ഏതാ കുക്കികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മ്യാൻമാറിന്റെ ചില ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അവരാണ് ഈ വലിയ മിസൈലുകളും കുന്തങ്ങളും ഒക്കെ ഇപ്പം അവിടെ, പഴയ ആയുധമല്ലല്ലോ, തോപ്പോ വാളോ ഒന്നും അല്ല, ഇപ്പം വലിയ വലിയ ആയുധങ്ങളാണ്. അപ്പൊ അങ്ങനെയും ഒരു ഇതുണ്ട്. അത് എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരുപക്ഷെ ഇത് വളരെ പ്രാക്ടിക്കലാണ്. ഇനിയിപ്പോ അവരെ സംബന്ധിച്ച് ഈ റാഖൈനിലെ 18-ൽ 15 പിടിച്ചു കഴിഞ്ഞു. ഈ 3 കൂടെ പിടിക്കുക വളരെ നിസ്സാരമായ കാര്യമാണ്. എന്തിനേറെ പറയുന്നത്, ഇവരെ ബംഗ്ലാദേശിന്റെ സൈന്യം പോലും ഭയന്ന് വിറച്ചു പോയില്ലേ. ഇവര് ബംഗ്ലാദേശിന്റെ അതിർത്തി മുഴുവൻ പിടിച്ചിട്ട് ആ സൈന്യത്തിന് ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ആകെ ഉള്ളത് ആ ഇടക്കാല സർക്കാരിന്റെ യൂനിസ് പറഞ്ഞ ഒറ്റ ഡയലോഗ് മാത്രമാണ്. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പിന്മാറണം എന്ന് മാത്രമാണ് പറഞ്ഞത്. അതല്ല നിങ്ങൾ പിന്മാറിയാൽ നിങ്ങൾ അത് ചെയ്യുമെന്ന് ഇത് ചെയ്യുമെന്ന് ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾ പിന്മാറണം, ദയവായി നിങ്ങൾ പിന്മാറണം, അതിർത്തി നിങ്ങൾ മാനിക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. അതിന് അരക്കൻ ആർമി കൊടുക്കുന്ന മറുപടി എന്താണ്? ഇത് ഞങ്ങൾ പിന്മാറാൻ, ഞങ്ങളുടെ സ്ഥലമാണ്, നിങ്ങളുടെ അല്ല. കാരണം ഇത് ഒന്നാമതൊരു ഒരു ഡിസ്പ്യൂട്ടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ അതിർത്തികളെല്ലാം അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് ഈ അതിർത്തിയും അങ്ങനെ തന്നെയാണ്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സേഫാണ്. ഈ ഭാവിയിൽ ധനുഷ് പറഞ്ഞതുപോലെ നമുക്കൊരു തലവേദന, പക്ഷെ അത്ര വലിയ തലവേദനയായി മാറാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. കാരണം ഇന്ത്യ ഇപ്പോൾ പഴയ ഒരു ഇന്ത്യ ഒന്നും അല്ല. അപ്പൊ അത് കൊണ്ട് എന്തായാലും നമ്മളിപ്പോ സഹായിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള രീതി, ഇപ്പോഴത്തെ ഒരു പുതിയ രീതി ഞാൻ കണ്ടുവന്നിരിക്കുന്നത്, ഇപ്പൊ പശ്ചിമേഷ്യ നമ്മൾ ശ്രദ്ധിച്ച്, സിറിയ വിമതന്മാര് HTS പിടിച്ചെടുത്തു. ആ സമയം നോക്കി ഇസ്രായേൽ അവർക്ക് വേണ്ടത്ര സ്ഥലം വളഞ്ഞെടുക്കുന്നു. അമേരിക്ക അവരുടെ സൈനിക താവളത്തിന് വേണ്ട സ്ഥലം വളഞ്ഞെടുക്കുന്നു. ഈ അടുത്ത ലക്ഷ്യം യമനാണ്. യമനിലും ഈ ഇസ്രായേലിന് താല്പര്യമുള്ള ഭാഗം, കാരണം അവർക്ക് സുരക്ഷിതമായി ഇരിക്കാൻ ഏത് ഭാഗം കൂടെ വേണം ആ ഭാഗം അവരെടുക്കുന്നു. ലെബനനിൽ കടന്നു കയറി തെക്കൻ ലെബനന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവരെടുക്കുന്നു. ഗാസ ഏതാണ്ട് കൈപ്പിടിക്കുക. അതായത് നമുക്ക് സേഫ് ആയിട്ടിരിക്കാൻ എവിടൊക്കെ വേണം അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തെടുക്കുന്നു. ഒരുപക്ഷെ അരക്കൻ ആർമി ഈ രീതിയിലേക്ക് പോവുകയാണ് എങ്കിൽ നമ്മൾ ഇതിന്റെ ഏതെങ്കിലും ഒരു മർമ്മപ്രധാനമായ ഭാഗം നമ്മളും കൈക്കലാക്കാം. ഇതിനോടൊപ്പം ചൈനയും കൈക്കലാക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും നമ്മുടെ സിലിഗുറി കോറിഡോർ ഒക്കെ വികസിപ്പിക്കേണ്ട അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ കിടപ്പുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ചിലപ്പോൾ അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചേക്കും.
എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും അരക്കൻ ആർമി പുതിയ രാജ്യം രൂപീകരിക്കുന്നു. അവിടെ രാജ്യം രൂപീകരിക്കാൻ ഇരുന്ന അമേരിക്കയുടെ പദ്ധതി എന്തായിരുന്നാലും നടന്നില്ല. അരക്കൻ ആർമിയുടെ പദ്ധതി നടന്നു. അമേരിക്കയ്ക്ക് സെയിന്റ് മാർട്ടിൻ ദ്വീപ് വേണമായിരുന്നു, ആ പദ്ധതിയും നടന്നില്ല. അത് എന്താ പറയാ, രോഗി ഇച്ഛിച്ചതും ദൈവം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കയ്യിലേക്കാണ് ആ സെയിന്റ് മാർട്ടിൻ ദ്വീപ് വന്നു ചേർന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ഇന്ത്യ ഒരു എൻട്രിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് അവിടെ. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അലയൊലികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു വിജയ്, താങ്ക് യു സോ മച്ച്.